ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് യൂണിഫോം സർക്കുലാർ മോഷൻ. ആ പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പാർട്ട് ആ പേര് നോക്കൂ, യൂണിഫോം സർക്കുലാർ മോഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ ആ സെഷൻ്റെ പേര്. യൂണിഫോം മോഷൻ എന്നുള്ള ടേം നമുക്ക് ആദ്യം ഫെമിലിയർ ആണ് അല്ലേ. യൂണിഫോം മോഷൻ എന്താണ്? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം മോഷൻ എന്താണ്? യൂണിഫോം മോഷൻ എന്ന് നമ്മൾ സാധാരണ അല്ലേ, യൂണിഫോം മോഷൻ സർക്കുലർ അടക്കട്ടെ. യൂണിഫോം മോഷൻ എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്നത് എന്തിനാണ്? യൂണിഫോം വെലോസിറ്റിയാണ്. യൂണിഫോം വെലോസിറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് പറയാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക? എന്താണ്? യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാനുള്ള ടെൻഡൻസി ഉണ്ടാവും? സർക്കുലാർ പാത്തിൽ യൂണിഫോം സ്പീഡിൽ ട്രാവൽ ചെയ്യാണ് അല്ലേ. സർക്കുലാർ പാത്തിൽ യൂണിഫോം സ്പീഡിൽ ട്രാവൽ ചെയ്യാണ് എന്ന് പറയാനുള്ള ടെൻഡൻസിയാണ് സാധാരണഗതിയിൽ നമുക്കുണ്ടാവുക. ശരിയല്ലേ? പക്ഷെ നോക്കൂ, സർക്കുലാർ പാത്തിൽ യൂണിഫോം വെലോസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ശരിയാവുമോ? അത് ശരിയാവുമോ? ഇല്ല. എന്താ കാരണം? യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ സ്പീഡിൽ ഒരേ ഡിറക്ഷനിൽ മൂവ് ചെയ്യാന്നാണ്. പക്ഷെ സർക്കുലാർ പാത്തിൽ ഒരു ബോഡി ട്രാവൽ ചെയ്യുന്ന സമയത്ത് സ്പീഡ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കോൺസ്റ്റൻ്റ് ആക്കാം, ഒരേ സ്പീഡാക്കാം, യൂണിഫോം സ്പീഡാക്കാം. പക്ഷേ ഡിറക്ഷൻ ഓഫ് വെലോസിറ്റി നോക്കുമ്പോൾ ബോഡി ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റിൻ്റെ ഡിറക്ഷൻ എന്താ? ഇവിടുത്തെ ടാൻജൻ്റ് ആണ്. ഇവിടെ എത്തുമ്പോഴോ ഇവിടുത്തെ ടാൻജൻ്റ് ആണ്. കണ്ടാ? ഇവിടെ നോക്കൂ, ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടുത്തെ ടാൻജൻ്റ് ആണ്. അങ്ങനെ അറ്റ് ഈച്ച് ആൻഡ് എവ്രി പോയിന്റ് നമുക്ക് പറയാം ആ പോയിന്റിലെ ടാൻജൻറ്റിൻ്റെ ഡിറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക? അതിൻ്റെ വെലോസിറ്റിൻ്റെ ഡിറക്ഷൻ ഉണ്ടാവുക. ആൻഡ് ഫൈനലി വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് when a body is in circular motion at each and every point its velocity is different or its velocity is varying. വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? സിൻസ് ഇറ്റ്സ് എ ഡിറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ്. ഡിറക്ഷൻ മാറുന്നത് കൊണ്ട് വെലോസിറ്റി മാറുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് യൂണിഫോം മോഷൻ എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന യൂണിഫോം വെലോസിറ്റിക്കാണെങ്കിൽ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലാർ പാത്തിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ ഇനി യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലാർ പാത്തിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ എന്താണ്? സർക്കുലാർ പാത്തിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോഴും നിങ്ങൾക്കൊരു പക്ഷേ ഒരു ഡൗട്ട് വരാം. കാരണം എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിൽ ഇതിന് പേരിട്ടത് അല്ലേ? കാരണം യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ പാത്തിൽ യൂണിഫോം വെലോസിറ്റിയിൽ എന്ന് പറയുന്നതാണല്ലോ അതിൻ്റെ ഭംഗി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സിമെട്രി നമുക്കതാണല്ലോ മനസ്സിലാവുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് പേരിട്ട്? അതിന് നോക്കൂ, ഞാൻ അഡ്വാൻസ് ചെയ്തിട്ട് നിങ്ങളോടൊരു കാര്യം ഇപ്പോൾ പറയാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ഞാനതൊന്നുകൂടെ സ്പെസിഫൈ ചെയ്യും. ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഇപ്പോൾ ഇതാണ് യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ എ ബോഡി സെഡ് ടു ബി ഇൻ യൂണിഫോം സർക്കുലാർ മോഷൻ ഇഫ് ഇറ്റ് ട്രാവൽസ് അലോങ് എ സർക്കുലാർ പാത്ത് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഇതാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത്. പക്ഷേ ഈ പേര് കേട്ടാൽ നമുക്ക് സർക്കുലാർ പാത്തിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ എന്ന് പറയാനാണ് നമുക്ക് ടെൻഡൻസി വരുന്നത്. അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലാർ പാത്തിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ആ വെലോസിറ്റി നമ്മുടെ സാധാ വെലോസിറ്റി അല്ല. നമ്മൾ ഇതുവരെ സംസാരിക്കുന്ന പഠിച്ച വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേര് ലീനിയർ വെലോസിറ്റി എന്നാണ്. ലീനിയർ വെലോസിറ്റി. എന്നാൽ മറ്റൊരു വെലോസിറ്റി നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. അതാണ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി, വെലോസിറ്റി ഇൻ ആംഗിൾ. നമുക്കതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അത് നമ്മൾ ഒമേഗ എന്ന സിമ്പലാണ് യൂസ് ചെയ്യുക കേട്ടോ. ദിസ് ഈസ് ഒമേഗ. ഒമേഗ എന്നാണ് ഈ സിമ്പലിൻ്റെ പേര്. ദിസ് ഈസ് ഒമേഗ. ഇത് സ്മോൾ ലെറ്റർ ഒമേഗയാണ്. ഗ്രീക്ക് ആൽഫബറ്റാണ്. ഗ്രീക്കിലെ സ്മോൾ ലെറ്റർ ഒമേഗ. അതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ഒമേഗയാണ് ഇത് അല്ലേ. മുമ്പ് നിങ്ങൾ ഓം എന്നൊക്കെ വിളിച്ച യഥാർത്ഥത്തിൽ ഇത് ക്യാപിറ്റൽ ഒമേഗയാണ്. ഇതിനെ നമ്മൾ ഓം എന്ന് നമുക്ക് പിന്നെ ജോർജ് സൈമൺ ഓമാണ്
ഓംസിലുണ്ടാക്കിയത്. അപ്പോൾ പിന്നെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഓം എടുത്തു. അപ്പോൾ അതിനോട് ഏകദേശം സൗണ്ട് സിമിലർ സൗണ്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ എടുത്തിട്ട് നമ്മൾ ഓം എന്ന് വിളിച്ചാണ്. ആക്ച്വലി ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഒമേഗ, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഒമേഗ. ഓക്കെ, നമ്മുടെ പണി അതല്ല ഇവിടെ. ഞാൻ പറഞ്ഞു വരുന്നത് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്, ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻ ആംഗിൾ, ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദാറ്റ്. പക്ഷേ എന്തിനാ നമ്മൾ സംസാരിച്ച് യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലാർ പാത്തിൽ കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. സർക്കുലാർ പാത്തിൽ യൂണിഫോം ലീനിയർ വെലോസിറ്റി പോസിബിൾ അല്ല. എന്നാൽ യൂണിഫോം സർക്കുലാർ മോഷൻ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, വെൻ എ ബോഡി travels along a circular path with a constant angular velocity, then it is called a uniform circular motion. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സംശയമുണ്ടാകുന്ന തരത്തിൽ ഇവിടെ പേരിട്ടത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണും. ഒന്നുകൂടെ, യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റിയാണ്. യൂണിഫോം വെലോസിറ്റി പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ്. സർക്കുലർ പാത്തിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന പേര് ഇട്ടത് എന്തുകൊണ്ടാണ്? കാരണം സർക്കുലാർ പാത്തിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി തന്നെയാണ് ഇവിടെ. പക്ഷേ ആ വെലോസിറ്റി നമ്മുടെ നോർമൽ വെലോസിറ്റി അല്ല, എന്ന് വെച്ചാൽ ലീനിയർ വെലോസിറ്റി അല്ല. പിന്നെ ഏത് വെലോസിറ്റിയാണ്? ആംഗുലാർ വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആംഗുലാർ വെലോസിറ്റിൻ്റെ വിശദീകരണങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, ഒക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് യൂണിഫോം സർക്കുലാർ മോഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? വെൻ എ ബോഡി ട്രാവൽസ് അലോങ് എ സർക്കുലാർ പാത്ത് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്, then the body is said to be in uniform circular motion എന്ന് പറയാം. ഓക്കെ, ലീനിയർ വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്നൊക്കെ ഞാൻ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം നോക്കൂ. യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇഫ് എ പാർട്ടിക്കിൾ നോക്കൂ, ഇഫ് എ പാർട്ടിക്കിൾ മൂവ്സ് എലോങ് എ സർക്കുലാർ പാത്ത് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്, ഈ ഒരു സ്റ്റേജിൽ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, ദെൻ ഇറ്റ്സ് എ മോഷൻ ഇസ് സെഡ് ടു ബി ഇൻ യൂണിഫോം സർക്കുലാർ മോഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ആ കോൺസ്റ്റൻറ്റ് സ്പീഡിന്. കാരണം ആംഗുലാർ വെലോസിറ്റിൻ്റെ വിശദീകരണം ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു സൂചന മാത്രമേ തന്നിട്ടുള്ളൂ. ആ പേര് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത്. വിശദമായിട്ട് ആ കാര്യങ്ങൾ ഇനി നമ്മൾ താഴോട്ട് പറയുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് യൂണിഫോം സർക്കുലർ മോഷൻ. കോൺസ്റ്റൻറ്റ് ലീനിയർ വെലോസിറ്റി പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നോക്കൂ, ഇതിന് എക്സാമ്പിൾ നോക്കൂ. ഒന്ന്, മോഷൻ ഓഫ് ദ ടിപ്പ് ഓഫ് ദി സെക്കൻഡ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. അല്ലേ, നമ്മുടെ വാച്ചിലെ ക്ലോക്കിലെ സെക്കൻഡ് സൂചി, സെക്കൻഡ് ഹാൻഡ്, അതിൻ്റെ ടിപ്പ് അല്ലേ, അതിൻ്റെ ടിപ്പ് നോക്കൂ, അതിൻ്റെ ആ അറ്റം ഇതെങ്ങനെയാണ് സെക്കൻഡ് സൂചിയെങ്കിൽ ഈ അറ്റത്തിൻ്റെ മോഷനേ അതിങ്ങനെ പോയിട്ട് നോക്കൂ, അങ്ങനെ ഒരേ സ്പീഡിലല്ലേ അത് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ നോക്കും, മോഷൻ ഓഫ് എ പോയിന്റ് ഓൺ ദ റിം ഓഫ് എ വീൽ റൊട്ടേറ്റിംഗ് യൂണിഫോംലി അല്ലേ. ഒരു ടയർ മീൻസ് അല്ലെങ്കിൽ ഒരു വീല്, അത് പിന്നെ ഇങ്ങനെ ഉരുണ്ട് പോവല്ല, പകരം നിന്നോടത്ത് നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ സർഫസിൽ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ റിമ്മിൽ ആ ഒരു മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരേ സ്പീഡിൽ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ മോഷൻ നമുക്ക് എന്ത് പറയാം? യൂണിഫോം സർക്കുലാർ മോഷനാണ് എന്ന് നമുക്ക് സംസാരിക്കാം. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് അതുപോലെ നിങ്ങൾക്ക് പറയാം. ഇനി ഈ ഭാഗത്ത് നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടു. എന്താണത്? സിൻസ് ദ ഡിറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ചസ് അറ്റ് ഈച്ച് ആൻഡ് എവറി പോയിന്റ് അല്ലേ, സംശയമില്ലല്ലോ. ഡിറക്ഷൻ ഓഫ് വെലോസിറ്റി ഓരോ പോയിന്റിലും മാറിക്കൊണ്ടിരിക്കുന്നത്, ഓരോ പോയിന്റിലും അവിടുത്തെ ടാൻജൻറ്റിൻ്റെ ഡിറക്ഷനിലാണത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോഡിക്ക് എന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ. അതൊരു ആക്സിലറേറ്റഡ് മോഷനാണ്. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനിലുള്ള ഒരു വസ്തുവിൻ്റെ വെലോസിറ്റിയുടെ ഡിറക്ഷൻ ഓരോ പോയിന്റിലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? അതിന് ആക്സിലറേഷൻ ഉണ്ട് എന്ന് നമ്മൾ സംസാരിക്കും. റെഡി അല്ലേ? അതുകൊണ്ട് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോം സർക്കുലർ മോഷൻ എന്താണ്? ആക്സിലറേറ്റഡ് മോഷൻ എക്സാമ്പിളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ചില ടേമുകൾ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിലെ ഒന്നാമത്തതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിന് ഒന്നുകിൽ നമ്മൾ തീറ്റ അല്ലെങ്കിൽ ഡെൽറ്റ തീറ്റ എന്ന സിമ്പിൾസാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നോക്കാം, ഞാൻ ഇവിടെ ഡെൽറ്റ തീറ്റയാണ് യൂസ് ചെയ്യുന്നത്. നോക്കാം,
തീറ്റനെ ആംഗുലാർ പൊസിഷൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് കൊടുക്കാം. ഇത് ഏതുപോലെ നമ്മൾ പൊസിഷന് എക്സ് എന്നും ഡിസ്പ്ലേസ്മെൻറ്റിന് ഡെൽറ്റ എക്സ് എന്നും കൊടുക്കില്ലേ, അതുപോലെ അങ്ങനെ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ് ശരിക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ ഇത്. ഈ ഡിസ്പ്ലേസ്മെൻറ്റിനപ്പോൾ നമ്മൾ എന്താ പറയുക പറയാം, ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. ലീനിയർ മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് എലോങ് എ ലൈൻ എന്നാണ് അല്ലേ. ലീനിയർ എന്ന് പറഞ്ഞാൽ ആ വേർഡ് ഉണ്ടായത് എവിടുന്ന, ലൈൻ എന്ന്. അപ്പോൾ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എലോങ് എ ലൈൻ. ഇവിടെ നോക്കൂ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താ ഈ ആംഗുലാർ എന്ന് പറഞ്ഞത് ആംഗിളിനെ സൂചിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ആംഗിൾ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എവിടെ സംസാരിക്കുക, സർക്കുലാർ മോഷനിൽ. സർക്കുലാർ മോഷനിൽ റൊട്ടേറ്റിംഗ് ബോഡിയുടെ കേസിലാണ് നമുക്ക് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതെങ്ങനെയാണ് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കൂ, നമ്മൾ ഈ ഡയഗ്രം ശ്രദ്ധിക്കും. ഡയഗ്രത്തിന് നോക്കൂ, ഈ സെൻറ്റർ ഇതിനെ ഇവിടെ O മാർക്ക് ചെയ്തിട്ടുണ്ട്, സർക്കിൾ കണ്ടല്ലോ. ഒരു ബോഡി നോക്കൂ, ഒരു ഒബ്ജക്റ്റ് ഇതാ ഇവിടുന്ന് ഇതാ ഈ രൂപത്തിൽ ഇങ്ങനെ ഈ ഡിറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് എഴുതുക. അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം അത് A എന്ന പൊസിഷനിലായിരുന്നു. അത് അല്പസമയം കൊണ്ട് നോക്കൂ, ഇവിടെ ഡെൽറ്റ എസ് ദൂരം ട്രാവൽ ചെയ്ത് അതെവിടെ എത്തി, അത് B എന്ന സ്ഥലത്തെത്തി. മനസ്സിലായല്ലോ. അപ്പോൾ A എന്ന സ്ഥലത്ത് ആ ബോഡി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ വെക്റ്റർ നമ്മൾ എങ്ങനെ എഴുതാം, ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. ഇതാ സെൻറ്ററിൽ നിന്ന് ലൈക്ക് ദിസ്, സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഇതിനെ നോക്കൂ, ഞാൻ പൊസിഷൻ വെക്റ്റർ എന്ന് പറയും. അപ്പോൾ ഈ പൊസിഷൻ വെക്റ്റർ അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൊസിഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വെക്റ്ററാണ് പൊസിഷൻ വെക്റ്റർ. അപ്പോൾ ഈ പൊസിഷൻ വെക്റ്റർ ഡെൽറ്റ ടി സമയം കൊണ്ട് നോക്കൂ, ഈ പൊസിഷൻ വെക്റ്റർ ഇങ്ങനെ പോയിട്ട് നോക്കുക, ഇത് ഇങ്ങനെ ഇവിടെ എത്തി കണ്ടാ, മനസ്സിലായല്ലോ. പൊസിഷൻ വെക്റ്റർ ഇവിടെ എത്തി. ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് എന്തും കൂടിയാണ്, റേഡിയസും കൂടിയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് പൊസിഷൻ വെക്റ്റർ എന്നോ അല്ലെങ്കിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതിനെ നമുക്ക് റേഡിയസ് വെക്റ്റർ എന്നോ നമുക്ക് പേര് വിളിക്കാം. പൊസിഷൻ വെക്റ്റർ അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ ആയതുകൊണ്ട് ഇതിനെന്തും വിളിക്കാം, റേഡിയസ് വെക്റ്റർ. അപ്പോൾ ഈ റേഡിയസ് വെക്റ്റർ ഒരു സർട്ടൺ ടൈമിൽ എത്ര ആംഗിളാണോ ഇവിടെ മാറിയിട്ടുള്ളത്, ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെൽറ്റ തീറ്റ ഓർ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. നോക്കൂ, the angular displacement of a particle moving along a circular path is defined as the angle swept by its radius vector in the given interval of time. നിങ്ങളിതങ്ങനെ ബൈ ഹാർട്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല, ഇതെന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ സമയത്തിൻ്റെ ഉള്ളിൽ ഈ റേഡിയസ് വെക്റ്റർ ഇവിടെ സ്വീപ്പ് ചെയ്ത്, സ്വീപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്വെപ്റ്റ്. എന്താ സ്വീപ്പ് ചെയ്യാന്ന്, സാധാരണ നമ്മൾ അടിച്ചു വരുന്നതിനല്ലേ സ്വീപ്പ് ചെയ്യാന്ന്. ഇത് അതേപോലെയാണ് ഇല്ലേ, റേഡിയസ് വെക്റ്റർ ഇവിടെ ഇങ്ങനെ അടിച്ചു വാരിയിട്ട് ഇവിടെ എത്തുക. മനസ്സിലായില്ലേ, ഇങ്ങനെ സ്വീപ്പ് ചെയ്തിട്ട് അതിങ്ങനെ സ്വീപ്പ് ചെയ്തിട്ട്. അപ്പോൾ ദ ആംഗിൾ സ്വെപ്റ്റ് ബൈ ദ റേഡിയസ് വെക്റ്റർ ഇൻ എ പെർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈം ഈസ് കോൾഡ് angular displacement. Angular displacement of a particle moving along a circular path is defined as the angle swept by its radius vector in the given interval of time. മനസ്സിലായല്ലോ. സ്വാഭാവികമായിട്ടും നോക്കൂ, ഇതൊരു ആംഗിളാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂണിറ്റ് അപ്പം എന്തായിരിക്കും, SI യൂണിറ്റ് നോക്കൂ, റേഡിയൻ. എന്താ യൂണിറ്റ്, റേഡിയൻ. ആംഗിളിൻ്റെ SI യൂണിറ്റ് തന്നെയാണത്. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്, ലീനിയർ പൊസിഷൻ എക്സ്, അപ്പോൾ ആംഗുലാർ പൊസിഷൻ തീറ്റ, ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ തീറ്റ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ തീറ്റ ഓർ ഡെൽറ്റ തീറ്റ ഉള്ള ചില സന്ദർഭത്തിൽ നമ്മൾ തീറ്റ ആയിട്ട് കൊടുക്കുന്നു മാത്രമാണ്. തീറ്റയുടെ ചേഞ്ചിനെയാണ് ശരിക്കും നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. തീറ്റ ശരിക്കും ആംഗുലാർ പൊസിഷനാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാണെങ്കിൽ യൂണിറ്റ് എന്താണ്, റേഡിയൻ ആണ്. മനസ്സിലായല്ലോ. അടുത്ത ടേം, അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ടേമിലേക്ക് പോകണം. ദാറ്റ് ഈസ് ആംഗുലാർ വെലോസിറ്റി. ഇതാണ് നേരത്തെ സംസാരിച്ചത്. ആംഗുലാർ വെലോസിറ്റി ഉണ്ടോ, ഒമേഗ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതാ ഇവിടെ ശ്രദ്ധിക്കും, നമ്മുടെ ലീനിയർ വെലോസിറ്റിനെയാണ് നമ്മൾ സാധാരണ വെലോസിറ്റി ഉണ്ടല്ലോ V, അതിനെയാണ് നമ്മൾ ലീനിയർ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ലീനിയർ വെലോസിറ്റി നമ്മൾ എന്താ എഴുതുക, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എഴുതല്ലേ, ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. അപ്പോൾ ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ. അപ്പോൾ എന്താ പറയുക, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ.
ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇതിനെ മാത്രമല്ല ലീനിയർ വെലോസിറ്റി നമ്മൾ നോക്കൂ, വി സി ഈക്വൽ ടു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് എഴുതിയിട്ടുള്ളത് വി സി ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതി. ആൻഡ് ഈസ് കോൾഡ് ഡി എക്സ് ബൈ ഡി ടി. ഇതിനെ നമ്മൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതിനെ ശരിക്കും ഡിഫൈൻ ചെയ്തത് എന്താ? വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. ഓർമ്മയില്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ മനസ്സിലായല്ലോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ നമുക്ക് ആംഗുലാർ വെലോസിറ്റിയും പറയാം. ആംഗുലാർ വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ പൊസിഷൻ അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതാണ് ഇവിടെ നോക്കൂ, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്നാണ് ഇങ്ങനെ മനസ്സിലാക്കുക. ഇതിൻ്റെ ആവറേജ് ആംഗുലാർ വെലോസിറ്റിയാണ്. അപ്പോൾ ഡെൽറ്റ തീറ്റയുടെ യൂണിറ്റ് എന്താ? റേഡിയൻ ഡിവൈഡഡ് ബൈ ടൈം എന്താ? സെക്കൻഡ്. അപ്പോൾ റേഡിയൻ പെർ സെക്കൻഡ് ഈസ് ദ യൂണിറ്റ്. റേഡിയൻ പെർ സെക്കൻഡ്, റാഡ് സെക്കൻഡ് ഇൻവേഴ്സ്. ഡയമെൻഷണൽ ഫോർമുല എന്താണ്? കാരണം ഇതിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. ആംഗിളിന് ഡയമെൻഷൻ യൂണിറ്റ് അല്ല, ഡയമെൻഷൻ ഇല്ല. അപ്പോൾ പിന്നെ ആർക്കാ ഡയമെൻഷനിൽ? ഡെൽറ്റ ടിക്ക് ടൈമിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ടി എവിടെ വരും? മേലെ വരും. ബാക്കിയൊക്കെ 0 ആണ്. m⁻⁴, l⁻⁴. അപ്പോൾ എന്ത് മാത്രം എഴുതിയാൽ മതി? ആക്ച്വലി t⁻⁻⁻⁴. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാസും ലെങ്ത് ഒന്നും ഇതിൽ ഇല്ലട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 0 ഇട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇഫ് ഡെൽറ്റ തീറ്റ ഇസ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ ടൈം ഡെൽറ്റ ടി, ദെൻ ഇറ്റ്സ് ആവറേജ് ആംഗുലാർ വെലോസിറ്റി ഈസ് ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റിയോ ഇതേ പാറ്റേണിൽ ലീനിയർ വെലോസിറ്റിൻ്റെ കേസിലുള്ള ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. മനസ്സിലായല്ലോ? ആംഗുലാർ വെലോസിറ്റി. യെസ്. അപ്പോൾ ആംഗുലാർ വെലോസിറ്റിനെ കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ കൂടുതൽ അതിൽ റൊട്ടേഷണൽ മോഷനിൽ വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് നോക്കൂ, ആംഗുലാർ ആക്സിലറേഷൻ. ലീനിയർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അല്ലേ? അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ലീനിയർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി. സെയിം, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ വെലോസിറ്റി ആണ് ലീനിയർ ആക്സിലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആണ് എന്ത്? ആംഗുലാർ ആക്സിലറേഷൻ. ആൽഫ എന്നുള്ള സിമ്പിളാണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആൽഫ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിക്ക് പകരം ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താ? റേഡിയൻ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ വീണ്ടും സെക്കൻഡ്. അപ്പോൾ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. മനസ്സിലായല്ലോ? യെസ്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. ഞാൻ നോക്കൂ, ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. അപ്പോൾ ഒരു സർക്കുലർ മോഷൻ ആണെങ്കിൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. അതൊരു പെൻഡുലം അങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അങ്ങനെ പോയി അവിടെ തന്നെ എത്താനുള്ള അടുക്കുന്ന ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ദ ടൈം ടേക്കൺ ബൈ എ പാർട്ടിക്കിൾ ടു കംപ്ലീറ്റ് 1 revolution അലോങ് ഇറ്റ്സ് സർക്കുലർ പാത്ത് ഈസ് കോൾഡ് പീരിയഡ് ഓഫ് റെവല്യൂഷൻ. മീൻസ് സിംപ്ലി ടൈം പീരിയഡിൻ്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് നോക്കൂ. നമ്മുടെ ക്ലോക്കിലെ അല്ലെങ്കിൽ വാച്ചിലുള്ള ഹവർ ഹാൻഡ് മണിക്കൂർ സൂചിയുടെ ടൈം പീരിയഡ് എന്താണ്? വീഡിയോ പോസ് ചെയ്തിട്ട് ഒറ്റയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ നിങ്ങളുടെ റഫ് ഷീറ്റിൽ. എന്നിട്ട് മാത്രം വീഡിയോ തുടരും കേട്ടോ, എഴുതിയതിന് ശേഷം മാത്രം. ഓക്കെ, ഞാൻ പറയാൻ പോവാണ്. എല്ലാവരും എഴുതാതെ ബാക്കി കേൾക്കരുത്. പിന്നെ തെറ്റിപ്പോയി ഞാൻ ഇന്നതാണ് വിചാരിച്ചത് പക്ഷെ ഇന്നതാണ് എഴുതി, അങ്ങനെയൊന്നും പറയരുത്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഞാൻ ആവർത്തിക്കുകയാണ്. ഹവർ ഹാൻഡിൻ്റെ മണിക്കൂർ സൂചിയുടെ ടൈം പീരിയഡ് എത്ര എന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. എഴുതിയതിന് ശേഷം മാത്രം ബാക്കി കേൾക്കുക കേട്ടോ. ഇനിയും വീഡിയോ പോസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പോസ് ചെയ്യ്, എന്നിട്ട് എഴുതിയിട്ട് മാത്രം ബാക്കി തുടരുക. ഓക്കെ, മണിക്കൂർ സൂചി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇവിടെ 12, 3, 6, 9. ഓക്കെ,
ഇപ്പോൾ ടൈം ജസ്റ്റ് ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 3 PM ആണെന്ന് കരുതിക്കോളൂ. ജസ്റ്റ് 3 PM. അങ്ങനെയാണെങ്കിൽ ഇതാണല്ലോ മണിക്കൂർ സൂചി. ഇയാൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്നാണ് ചോദിച്ചത്. ഇയാൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇനി ഇതിങ്ങനെ വന്ന് ഇപ്പോൾ ഈവനിങ്ങിൽ 3 o'clock ആണ് എന്ന് സങ്കല്പിച്ചോളൂ. ജസ്റ്റ് സങ്കല്പം മാത്രമാണ്. 3 PM. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇനി ഇത് 3 PM എപ്പോഴെത്തുക? ഇവിടുന്ന് ഇങ്ങനെ വന്ന് 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 ഇവിടെ എത്തണം. എന്ന് വെച്ചാൽ രാത്രിയിൽ 3 മണിക്കാണല്ലോ ഇനി ഈ 3 ഹവർ ഹാൻഡ് എത്തുക. എന്ന് വെച്ചാൽ ഈ ഹവർ ഹാൻഡ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ എത്ര ടൈം എടുക്കുക? 12 hours. എത്ര പേര് 12 hours എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് സ്വയം വിലയിരുത്തുക കേട്ടോ. 12 hours വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് അത് നമുക്ക് ശരിയായിട്ടുണ്ടോ തെറ്റിപ്പോയിട്ടുണ്ടോ, തെറ്റിയിട്ടുണ്ടെങ്കിൽ സാരമില്ല, അത് മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ഇതെന്താ സാധനം? മിനിറ്റ് ഹാൻഡ് ആണ് അല്ലേ? മിനിറ്റ് ഹാൻഡിൻ്റെ ടൈം പീരീഡ് അപ്പോൾ എത്ര വരാമെന്ന് ഒന്ന് തെറ്റി വരും. ഒന്ന് നോക്കൂ, ഞാൻ ആൻസർ പറയാൻ പോവാണ്. നിങ്ങൾ പോസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് നോക്കുക, എന്നിട്ട് എഴുതുക. ആ മിനിറ്റ് ഹാൻഡ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഇപ്പോൾ ഇത് 3 മേലാണത്. ഇനി ഇത് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇയാൾ ഇവിടെ എത്തുക 3 4 എത്തും അല്ലേ? മണിക്കൂർ സൂചി 3 4 അപ്പോൾ എത്തുക. എപ്പോൾ? മിനിറ്റ് ഹാൻഡ് ഒരു കംപ്ലീറ്റ് റൗണ്ട് ആവുന്ന സമയത്ത് മണിക്കൂർ സൂചി 3 നിന്ന് 4 എത്തും. മനസ്സിലായോ? ആ സമയത്ത് എത്ര ടൈമാണ് പാസ് ചെയ്തിട്ടുള്ളത്? എത്രയാണ്? 1 hour. 1 hour അല്ലെങ്കിൽ 60 minutes. ഓക്കെ, അത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാം. ഫ്രീക്വൻസിക്ക് നമ്മൾ മലയാളത്തിൽ ആവൃത്തി എന്ന് പഠിച്ചിട്ടുണ്ടാവില്ലേ? ആവൃത്തി ചില ആളുകൾ മലയാളം മീഡിയത്തിൽ വന്ന ആളുകൾ ഇങ്ങനെ തന്നെ അല്ലേ? ഇങ്ങനെയാണ് തോന്നുന്നു അല്ലേ? ആവൃത്തി. ഓക്കെ. ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസിക്ക് നമ്മൾ എഫ് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യൽ ഈ സിമ്പിളായിരിക്കും. ഇത് ശരിക്കും വി അല്ല, ഇത് ന്യൂ എന്നാണ്. ന്യൂ എഗെയിൻ അത് ഗ്രീക്ക് ആൽഫബറ്റ് ആണ് കേട്ടോ. ഗ്രീക്ക് ആൽഫബറ്റ് നമ്മൾ മ്യൂ ഒക്കെ പഠിച്ചില്ലേ? മൈക്രോക്ക് മ്യൂ. അപ്പോൾ ഇത് ന്യൂ. ഇങ്ങനെയാണ് സാധനം, ന്യൂ. അപ്പോൾ ഫ്രീക്വൻസി എന്താ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന റൗണ്ട്സിൻ്റെ എണ്ണത്തിനാണ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന റൗണ്ട്സിൻ്റെ എണ്ണം, അതാണ് ഫ്രീക്വൻസി. The frequency of all objects in circular motion defined the number of revolutions completed per unit time. മനസ്സിലായോ? 1 second യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ടൈമിൽ എന്ന് വെച്ചാൽ എത്ര റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു ഡിവൈഡഡ് ബൈ എത്ര സമയത്തിലാണോ കംപ്ലീറ്റ് ചെയ്തത് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി കിട്ടും. ഉദാഹരണത്തിന് 5 സെക്കൻഡിൽ 15 റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ അപ്പോൾ ഫ്രീക്വൻസി എത്രയാണ്? 15 ഡിവൈഡഡ് ബൈ 2 കൊടുത്താൽ മതി. അപ്പോൾ 1 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന റൗണ്ടിൻ്റെ എണ്ണം കിട്ടും. മനസ്സിലായല്ലോ? സ്വാഭാവികമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നോക്കൂ, ഫ്രീക്വൻസി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരിയഡ് ആണ്. ടൈം പീരിയഡ് എന്താണോ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും ആര്? ഫ്രീക്വൻസി. അതുകൊണ്ടാണ് ന്യൂ ഈസ് ഈക്വൽ ടു 1/T ടൈം പീരിയഡ്. അതുകൊണ്ട് തന്നെ യൂണിറ്റ് എന്താ? സെക്കൻഡ് റേസ് ടു -1. ഈ സെക്കൻഡ് റേസ് ടു -1 എന്ന് വിളിക്കൽ റിസ്ക് ആയതുകൊണ്ട് നമ്മൾ അതിനൊരു ഓമന പേരിട്ടാണ് എന്ത്? ഹേർട്സിനെ നമ്മൾ ഫുള്ളായിട്ട് എഴുതുമ്പോൾ നമുക്കറിയാം SI യൂണിറ്റ് ആണെങ്കിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണെങ്കിൽ കൂടി ഫുള്ളായിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ എഴുതണം. എന്നാൽ സിമ്പിൾ ഇടുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ഇടണം എന്ന് SI യൂണിറ്റിൻ്റെ സിമ്പിൾസ് എഴുതുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി എന്താണെന്ന് മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. അടുത്ത നോക്കൂ, റിലേഷൻസ് ബിറ്റ്വീൻ ഒമേഗ ആൻഡ് വി ആണ് ശരിക്ക്. ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് ആർ സ്വാഭാവികമായിട്ട് ആ ഇക്വേഷനിൽ ആറും കൂടി വരും. അതുകൊണ്ട് പ്രധാനമായിട്ട് നമ്മൾ ഹെഡിങ് ശരിക്കും ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. ചെറിയ ഡെറിവേഷനാണ് കേട്ടോ, ചെറുത് വളരെ ചെറുത്, സിമ്പിളാണ്, വളരെ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി ആരാണ്, ലീനിയർ വെലോസിറ്റി ആരാണെന്ന് നമുക്ക് പഠിച്ചു കഴിഞ്ഞു.
അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു 6 റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്തിലൊരു ബോഡി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. മാത്രമല്ല അതിൻ്റെ സ്പീഡ് ഞാൻ വി എന്ന് മാർക്ക് ചെയ്തു. ഒരേ കോൺസ്റ്റൻറ്റ് സ്പീഡ് വിയിൽ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം അത് എയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഡെൽറ്റ ടി സമയത്തിന് ശേഷം അത് എന്ന് മൂവ് ചെയ്തിട്ട് എവിടെത്തി, അത് ബിയിലെത്തി. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡെൽറ്റ തീറ്റ. നമുക്കറിയാം ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് അല്ലേ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പഠിച്ചാണ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ നോക്കൂ, ഇവിടുത്തെ നോക്കൂ, ആ ആംഗിൾ ഡെൽറ്റ തീറ്റ. അപ്പോൾ ഈ ഡെൽറ്റ തീറ്റ അല്ലെങ്കിൽ ഈ ആർക്ക് ലെങ്ത് എ ബി, അതിനെ ഡെൽറ്റ എസ് എന്ന് കൂടി പേരിട്ടുണ്ട്. ഈ ആർക്ക് ലെങ്ത് സെൻറ്ററിൽ സബ്ടെൻഡ് ചെയ്തിരിക്കുന്ന ആംഗിളാണ് ഡെൽറ്റ തീറ്റ. ആംഗിളിനെ പറ്റി നമ്മൾ അങ്ങനെ പറയൽ ഇംഗ്ലീഷിൽ അല്ലേ, ആംഗിൾ സബ്ടെൻഡഡ് അല്ലേ. ഈ ആർക്ക് ഇവിടെ സെൻറ്ററിൽ സബ്ടെൻഡ് ചെയ്തിരിക്കുന്ന ആംഗിൾ. ലീവ് ഇറ്റ്, ജസ്റ്റ് ഒന്നുമില്ല, ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ ഒരു ആർക്ക് ലെങ്ത് ഇവിടെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആരാണ്, ഈ റേഡിയസിൻ്റെ ഇടയിൽ കുടുങ്ങിയിരിക്കുന്ന ആംഗിൾ ഡെൽറ്റ തീറ്റ. അപ്പോൾ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. അപ്പോൾ ഡെൽറ്റ തീറ്റ നമ്മൾ എന്താ എഴുതുക, ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എ ബിക്കാണ് നമ്മൾ ഡെൽറ്റ എസ് എന്ന് കൊടുത്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. റേഡിയസ് ഇവിടെ എത്ര 6, അതാണ് ഞാനിവിടെ എഴുതി കണ്ടോ. ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ആർ. മനസ്സിലായോ? യെസ്. അപ്പോൾ എനിക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ്? അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ലീനിയർ വെലോസിറ്റി ടേമിലേക്ക് ഇനി എത്തും. അപ്പോൾ നോക്കൂ, ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ഇസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി അല്ലേ. അതിൽ ഡെൽറ്റ തീറ്റ ഓൾറെഡി നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആരാ വേണ്ടത്, ഡെൽറ്റ ടി. അതുകൊണ്ട് ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡിവൈഡിങ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ആ ഇക്വേഷന് 2 ഭാഗം ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഞാനിവിടെ 1/r ഇൻറ്റു ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതി. യഥാർത്ഥത്തിൽ ഇനി ഒറ്റടിക്ക് നമുക്ക് ഇക്വേഷൻ എഴുതാം. എന്താ കാരണം, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആരാ, ഒമേഗ. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നോക്കൂ, ഇവിടുത്തെ ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാനെടുത്ത ടൈമാണ് ആര്, ഡെൽറ്റ ടി. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം എന്താ, സ്പീഡ്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇതിന് എഴുതി കഴിഞ്ഞാൽ ആൻസറായി. പക്ഷേ ഏറ്റവും ശരി, നിങ്ങൾ അങ്ങനെ എഴുതിയാൽ തന്നെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. പക്ഷേ ഏറ്റവും ശരി എന്താ അറിയോ, അടുത്തൊരു സ്റ്റെപ്പും കൂടി എഴുതിയാൽ ഉഷാറായി. ഇതും കൂടി എഴുതാൻ പറ്റുകയാണെങ്കിൽ അപ്ലൈയിങ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഇതാ ഈ കണ്ടീഷൻ, ലിമിറ്റിംഗ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 അപ്ലൈ ചെയ്താൽ അപ്പോൾ അതെന്താ എഴുതുക, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു 1/r ഇൻറ്റു, കാരണം ഡെൽറ്റ ടിക്കാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി എന്ന് കൊടുത്ത്. മനസ്സിലായോ? യെസ്. അപ്പോൾ നോക്കൂ ഇവിടെ, യെസ്, ഇതാരാ, ഇതിപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ വെലോസിറ്റി ആയി. ഇതോ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ആയി. ദെർഫോർ പിന്നെ 1/r ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഒമേഗ ഇസ് ഈക്വൽ ടു വി ബൈ ആർ അല്ലെ. ഇത് 1/r ആണ്, ഇത് വി. അപ്പോൾ വി ബൈ ആർ വിച്ച് ഇംപ്ലൈസ് വി ഇസ് ഈക്വൽ ടു ഒമേഗ ആർ എന്ന് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. വി is equal to ഒമേഗ ആർ, വി is equal to ഒമേഗ ആർ. വി is equal to ഒമേഗ ആർ എന്നോ വി is equal to ആർ ഒമേഗ എന്ന് പറഞ്ഞാലോ വല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല അല്ലേ. വി is equal to ഒമേഗ ആർ എന്ന് പറയുന്നു, വി is equal to ആർ ഒമേഗ എന്ന് പറഞ്ഞു, രണ്ടും ഒന്നാണെന്ന് നമുക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഈ ഇക്വേഷൻ തന്നെ പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. വി is equal to ഒമേഗ ആർ എന്ന് പറഞ്ഞ് ശീലിക്കുക. അപ്പോൾ അതെന്തിനാ, ആർ ഒമേഗയ്ക്ക് തെറ്റൊന്നുമില്ല കേട്ടോ, ആർ ഒമേഗയ്ക്ക് ഒരു തെറ്റുമില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കുക. കാരണം യഥാർത്ഥത്തിൽ ലീനിയർ വെലോസിറ്റി ഇതൊക്കെ ആംഗുലാർ വെലോസിറ്റി ഇതൊക്കെ എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റീസാണ്. അപ്പോൾ ഇതിൻ്റെ വെക്റ്റർ റിലേഷൻ എന്താ അറിയോ, വെക്റ്റർ റിലേഷൻ വെക്റ്റർ വി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ എന്നാണ്.
ഞാൻ നേരത്തെ പറഞ്ഞു ഒമേഗ ആർ എന്ന് പറയുന്നതും ആർ ഒമേഗ എന്ന് പറയുന്നതും രണ്ടും എന്താണ്, സെയിം ആണ്. പക്ഷേ ഒമേഗ ക്രോസ് ആറും ആർ ക്രോസ് ഒമേഗയും എന്തല്ല സെയിം അല്ല. ആണോ? അല്ല. അപ്പോൾ ആർ ഒമേഗ എന്ന് പറഞ്ഞ് ശീലിച്ചാൽ ആർ ക്രോസ് ഒമേഗ എന്ന് പറയാനുള്ള ടെൻഡൻസി കൂടുന്നു ഭയന്നിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഒമേഗ ആർ എന്ന് പറഞ്ഞ് ശീലിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞത്. കാരണം ആർ ക്രോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവിടെ ഏത് മാത്രമാണ് ശരി, ഒമേഗ ക്രോസ് ആർ മാത്രമാണ് ശരി. മനസ്സിലായല്ലോ? ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? റൊട്ടേഷണൽ ഡൈനാമിക്സ്, സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഈ വെക്റ്റർ റിലേഷനെ നമ്മൾ ഡിറൈവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ പഠിക്കുന്നത് വി സിക്കൽ ടു ഒമേഗ ആർ എന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് കണ്ട മനസ്സിലാവും നിങ്ങൾക്ക്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും തന്നെ ആയിരിക്കും. ശരിക്കും എ ക്രോസ് ബി പറഞ്ഞാൽ എ ബി സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ എന്ന് പറഞ്ഞത് എപ്പോഴും എന്തായിരിക്കും എന്ന് പറയും, സൈൻ 90 ആയിരിക്കും. അങ്ങനെയാണെങ്കിലല്ലേ എപ്പോഴും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. അത് നിങ്ങൾ റൊട്ടേഷണൽ ഡൈനാമിക്സിൽ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ആ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തം അവിടെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അവിടെ എപ്പോഴും തീറ്റ 90 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും ഒമേഗ ആർ ആയിരിക്കും. ഒമേഗ ആർ സൈൻ തീറ്റ എന്ന് നമ്മളവിടെ പറയേണ്ടതില്ല. കാരണം സൈൻ 90 ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അടുത്ത റിലേഷൻ ബിറ്റ്വീൻ റിലേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒന്നിലധികം റിലേഷൻ പഠിക്കാൻ പോവാണ്. ബിറ്റ്വീൻ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ഫ്രീക്വൻസി. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗ, ഫ്രീക്വൻസി ന്യൂ, അവർ തമ്മിലുള്ള റിലേഷൻ. ഈ റിലേഷൻ ഭയങ്കര ഫേമസാണ്. പക്ഷെ ആകെ ഒരു ലൈനുള്ളൂ ഇതിൻ്റെ ഡെറിവേഷൻ. സിംഗിൾ ലൈൻ ഡെറിവേഷനാണ്. ആംഗുലാർ വെലോസിറ്റിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷനാണ് പഠിക്കുന്നത്. നോക്കാം. അപ്പോൾ നോക്കൂ, ഒരു ഒബ്ജക്റ്റ് നോക്കൂ, ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഇരിക്കുക. ഒറ്റ ഒരു റൗണ്ട് എയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി തിരിച്ച് എയിലേക്ക് തന്നെ തിരിച്ചെത്താൻ അതിനെടുക്കുന്ന ടൈമിനെ നമ്മൾ എന്താ പറയുക, ടൈം പീരീഡ് അല്ലേ? അപ്പോൾ അതിനെടുത്ത ടൈമിനെ കൊടുക്കുന്നു. ടൈം ഈസ് ഈക്വൽ ടു ടൈം പീരീഡ് ആണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. മാത്രമല്ല നോക്കൂ, ഇതിൻ്റെ ആ സമയത്ത് റേഡിയസ് വെക്റ്റർ അല്ലെ പൊസിഷൻ വെക്റ്റർ അവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ പൊസിഷൻ വെക്റ്റർ ഇവിടുന്ന് ഇങ്ങനെ വന്ന് തിരിച്ച് ഇവിടെ തന്നെ എത്തുമല്ലോ. അപ്പോൾ ഈ പൊസിഷൻ വെക്റ്റർ സ്വീപ്പ് ചെയ്ത ആംഗിൾ എന്ന് വെച്ചാൽ ആംഗിൾ ഡെൽറ്റ തീറ്റ. അപ്പോൾ എത്രയാണ്? കമോൺ, ഡെൽറ്റ ടി ആണ്, ക്യാപിറ്റൽ ടി. ഡെൽറ്റ തീറ്റ അപ്പോൾ എത്ര കിട്ടുക? ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്താൽ 360 ഡിഗ്രി അല്ലേ? പക്ഷെ നമ്മൾ റേഡിയനിലെ പറയാം. അപ്പോൾ എത്ര? 2π റേഡിയൻ. അപ്പോൾ ഒമേഗൻ്റെ ഇക്വേഷൻ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? ഒമേഗ ഇസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ തീറ്റ എത്ര? 2π ഡിവൈഡഡ് ബൈ ആരാ? ക്യാപിറ്റൽ ടി. കഴിഞ്ഞു കണ്ടോ? ഒമേഗ ഇസ് ഈക്വൽ ടു 2π ബൈ ക്യാപിറ്റൽ ടി. ഇതിലെ 1/t എന്ന് പറഞ്ഞാൽ ആരാ? ഫ്രീക്വൻസിയാണ്, നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിന് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2π ന്യൂ എന്ന് എഴുതാം. ദെർഫോർ നമ്മുടെ ഫൈനൽ റിലേഷൻസ് എന്താ? ഒമേഗ ഇസ് ഈക്വൽ ടു 2π ബൈ ക്യാപിറ്റൽ ടി വിച്ച് ഈസ് ഈക്വൽ ടു 2π ന്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 2π ന്യൂ. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി, ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി, ടൈം പീരീഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മൾ റിക്വയർഡ് ഇക്വേഷൻ. നിങ്ങൾക്ക് എപ്പോഴും ബൈ ഹാർട്ടിൽ വേണ്ട ഇക്വേഷനാണ്. പലപ്പോഴും കുട്ടികൾക്ക് ഇക്വേഷൻ അറിയാം, പക്ഷെ ഇത് എവിടുന്ന് വന്നതെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഏറ്റവും സിമ്പിൾ, അതേ പറഞ്ഞാൽ സിംഗിൾ ലൈൻ ഡെറിവേഷൻ. ഒമേഗ പറഞ്ഞാൽ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ തീറ്റ എത്ര? 2π. അതിനെടുക്കുന്ന ടൈം എത്ര? ക്യാപിറ്റൽ ടി. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത നോക്കി, ഇത് പിന്നെ ബോർഡ് എക്സാമിന് ആവശ്യമില്ല, ഇത് എൻട്രൻസിന് ഇത് ചോദിക്കുള്ളൂ. ലീനിയർ ആക്സലറേഷനും ആംഗുലാർ ആക്സലറേഷനും തമ്മിലുള്ള റിലേഷനാണ്. വി ഈക്വൽ ടു ഒമേഗ ആർ എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇതിനെ രണ്ട് ഭാഗം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ dv/dt ആവും. ആർ പറഞ്ഞ റേഡിയസ് ആണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ഡിഫറൻഷ്യലിൻ്റെ പുറത്ത് കിട്ടും dω/dt. ഇതാരാ? ഇത് നമ്മുടെ എ ലീനിയർ ആക്സലറേഷൻ. ഇതാരാ? ആംഗുലാർ ആക്സലറേഷൻ ആൽഫ. കഴിഞ്ഞു. അപ്പോൾ എ ഇസ് ഈക്വൽ ടു ആൽഫ ആർ. ഇതിൻ്റെ വെക്റ്റർ റിലേഷൻ ശരിക്കും ഈ റിലേഷനാണ്. എ വെക്റ്റർ എ ഇസ് ഈക്വൽ ആൽഫ ക്രോസ് ആർ. അപ്പോൾ ജസ്റ്റ് ഞാനത് കൂടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അടുത്തിലേക്ക് പോകാം. ടോപ്പിക്കിൻ്റെ അവസാന ഭാഗത്തേക്കാണ് ഇനി നമ്മൾ നീങ്ങുന്നത്. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഡെറിവേഷനാണ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ നോക്കൂ. എന്താണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ? യെസ്, അത് നോക്കൂ. ഇത് നമുക്ക്
ഇതൊരു ഡെറിവേഷനാണ്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ടൈം 35 മിനിറ്റ്സ് കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഈ പാർട്ട് ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇത് പോസ്റ്റ് ചെയ്യാം. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ അതിൻ്റെ ഡെറിവേഷനൊക്കെ. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കാരണം അത്രയും ലെങ്തി ആവണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ ബേസിക്സ് കംപ്ലീറ്റ് മനസ്സിലാക്കി വെച്ചോളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇനി നമുക്ക് ഇത് പറഞ്ഞു പോകാൻ കഴിയും. ഓക്കെ, താങ്ക് യു.